ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പം നമ്മൾ ഇന്ന് ഒരു ഹൗസ് ബോട്ടിലേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഈ ഒരു ഹൗസ് ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആലപ്പുഴയിൽ തന്നെയാണ് ഉള്ളത്. പക്ഷേ ഒരു ശകലം സാധാരണ ഹൗസ് ബോട്ടിലൊക്കെ എടുക്കുന്ന ചെറിയൊരു ഡിഫറൻസ് ഒക്കെ ഉണ്ട്. ഇവിടെയാണ് മെസ്സിയൊക്കെ വരാനിരുന്നത്. പക്ഷേ മെസ്സി കേരളത്തിലേ വരാഞ്ഞുകൊണ്ട് വരാൻ പറ്റിയില്ലെന്നാണ്. പിന്നെ അതുപോലെ തന്നെ മമ്മൂക്ക, പൃഥ്വിരാജ്, അങ്ങനെയുള്ള എല്ലാ സെലിബ്രിറ്റീസും വരുന്ന ആ ഒരു ഹൗസ് ബോട്ടാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകം നമ്മൾ ബുക്ക് ചെയ്ത് വേണം ഈ ഹൗസ് ബോട്ടിൽ നമുക്ക് പോകാൻ. അപ്പം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും ആ ഒരു രീതിയിലുള്ള ഹൗസ് ബോട്ടല്ല, ഇതിൽ കുറച്ച് ലക്ഷറി ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഉള്ളത്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ആ ഡീറ്റെയിൽസ് ഇട്ടുതരാം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാമിലിയായിട്ട് പോകുമ്പോൾ നമ്മുടേതായ ഒരു പ്രൈവസി അല്ലെങ്കിൽ ഒരു സേഫ്റ്റി അതെല്ലാം കൺസേൺ ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനത്തെ ഒരു ഹൗസ് ബോട്ട് ബുക്ക് ചെയ്തത്. അപ്പോൾ അതാ നിങ്ങൾക്ക് കാണാം, അടിപൊളിയായിട്ടുള്ള ടേബിളാണ്. പിന്നെ താഴെ സേഫ്റ്റി സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഡെക്കാണ്. വെളിയിൽ പോയി നമുക്ക് എൻജോയ് ചെയ്യാം മഴയില്ലെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ചെറിയൊരു മഴ ചാറുന്നുണ്ട്. അതുപോലെ തന്നെ ഫുള്ളി എയർ കണ്ടീഷനായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ചൂടോ കാര്യങ്ങളൊന്നും പറ്റില്ല. നമ്മൾ ഫുൾ എ സിയാണ്. അകത്തൊരു ജക്കൂസിയും ഇട്ടിട്ടുണ്ട്, അതും ഫുള്ളി എയർ കണ്ടീഷനിലാണ്. അങ്ങനെ പിള്ളേർക്കും അടിപൊളി. ഇതിൽ തന്നെ ഇപ്പം ചാടണമെന്നും പറഞ്ഞ് നിൽക്കുകയായിരുന്നു. പക്ഷേ നമ്മളിന്ന് കണ്ട് ഇറങ്ങാൻ ഞാൻ പറഞ്ഞു, പിന്നീടാട്ടെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് ആദ്യം എന്തായാലും നമുക്ക് ഇപ്പം ഞങ്ങൾ എത്തിയത് 11 മണിക്കാണ് എത്തിയത്. അതായത് സേഫ്റ്റി സാധനങ്ങൾ ഐറ്റംസൊക്കെയാണുള്ളത്. ഇൻ കേസ് എമർജൻസി വന്നാൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ അത് നമുക്കിവിടെ വൈഫൈ ഉണ്ട്, ജിയോയുടെ വൈഫൈ ഉള്ളതുകൊണ്ട് അതും അവർ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെയാണ് ഇതിലുള്ളത്. അപ്പം നെറ്റ്വർക്കിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇഷ്ടമൊന്നുമില്ല. പിന്നെ ബുക്സൊക്കെ ഉണ്ട്, നമുക്ക് വായിക്കാം. പിന്നെ ടോട്ടലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അകത്തോട്ടുള്ള കാര്യങ്ങളും എല്ലാം നല്ല അടിപൊളി സെറ്റപ്പാണ്. ഇത് ഫസ്റ്റ്, അതായത് ഗ്രൗണ്ടാണ്. പിന്നെ ഇതിൻ്റെ മേളിൽ ഒരെണ്ണം കൂടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അകത്തെ എല്ലാ കാഴ്ചകളും മീൻസ് റൂംസൊക്കെ അവർ കാണിച്ചു തന്നു. അതെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ യാത്ര തുടങ്ങാൻ പോവുകയാണ്. കുട്ടികളാണെങ്കിലും മൊത്തം ഫാമിലി അടിപൊളി ഒരു ഇതിൽ എന്താ പറയുന്നത്, ഒരു മൂഡിൽ ആണ്. അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഒരു ഡ്രൈവറും ഒരു കുക്കും പിന്നെ അതുപോലെ ഒരു ഹെൽപ്പറാണെന്ന് തോന്നുന്നു ഉള്ളത്. അങ്ങനെ 3-4 പേരുണ്ട് അവരുടെ ടീം. നമ്മൾ ഫാമിലി മാത്രം. അങ്ങനെ ഞങ്ങൾ കുട്ടികളെ എന്താ പറയുന്നത്, മക്കൾ വെളിയിലായതുകൊണ്ട് അവർക്ക് കേരളത്തിൽ വരുമ്പോൾ ഏറ്റവും വലിയ ഇഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ്. ഈ കോഴിയും താറാവും എന്നൊക്കെ പറയുന്നത് നാട്ടിൽ നിൽക്കുന്നവർക്ക് അറിയാം. പക്ഷേ നമ്മൾ നാട് വിട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ കാണണമെങ്കിൽ നാട്ടിൽ തന്നെ വരണം. അല്ലെങ്കിൽ പിള്ളേരെ കാണിക്കണമെങ്കിൽ പടത്തിൽ മാത്രമേ കാണിക്കാൻ പറ്റൂ. ഇതാണ് കോഴി, ഇതാണിത്. അങ്ങനെ നമ്മുടെ ഉച്ചയൂണിൻ്റെ സമയമായി. നല്ല അടിപൊളി ഊണ് റെഡി ആയിട്ടുണ്ട്. ഫുൾ വെജിറ്റേറിയൻ ആണ്. പിന്നെ ഇവിടെ നോൺ വെജ് ആണെന്നുണ്ടെങ്കിൽ നോൺ വെജ് പറയാം, പക്ഷേ നമ്മൾ ഫുൾ വെജിറ്റേറിയൻ ആണ്. അങ്ങനെ ഫുള്ള് വെജ് ഫുഡ് നമ്മുടെ റെഡി ആയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട്. അങ്ങനെ പിന്നെ മക്കൾ പുറത്തുനിന്ന് വന്നതായതുകൊണ്ട് അവർക്ക് ഈ റൊട്ടിയും പനീറും ഒക്കെ ആയിട്ട് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അങ്ങനെ നമ്മൾ സ്പെഷ്യലായിട്ട് പറഞ്ഞതുകൊണ്ട് അവർ റൊട്ടിയും പനീറും അതും അവർ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഉച്ചയൂണ് നല്ല കുശാലമായിട്ടുള്ളൊരു ഉച്ചയൂണ് റെഡിയാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഊണ് തുടങ്ങാൻ പോവുകയാണ്. കുട്ടികളുടെ ഏറ്റവും വലിയൊരു പറഞ്ഞു കഴിഞ്ഞാൽ ഈ കറികളൊക്കെ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നതിലായിരുന്നു. അവർക്കറിയില്ല ഈ കറികളുടെ ഒന്നും പേരും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് ഒരു ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അങ്ങനെ ഓർമ്മ വെച്ചിട്ടാണ് പിന്നീടുള്ളവർ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,